प्रभुं प्राणनाथं वहं विश्वनाथं जगन्नाथं सदानन्दं बोधेश्वरं भूतनाथं शिवं शङ्करं शम्भो मे शानदीदे प्रभु वैदेही सहितं सुरद्रुमतले हैमे महामण्डपे मध्ये पुष्पकमासने मणिमये गिरासने सुस्थितं अग्रे वाचयति प्रभञ्जनसुदे अग्रे वाचयति प्रभञ्जनसुदे तत्त्वं मुनिभ्यः परं व्याख्यातं भरदादिभिः परिवृतं रामं भजे श्यामलं रामं भजे श्यामलं വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ മഹനീയ വ്യക്തിത്വങ്ങൾക്കും സാദര നമസ്കാരം. ശബരിമല അയ്യപ്പ സേവാ സമാജം വിഴിക്കത്തോട് അയ്യപ്പ സേവാ കേന്ദ്രത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ശ്രീ ശബരീശ സത്സംഗ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 30 ദിവസങ്ങളിലായി രാമായണ പാരായണം ഓരോ ഭവനങ്ങളിലായി നടത്തി വരുന്നതിൻ്റെ സമാപന ദിവസമാണ് നാം ഏവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും ഇതുപോലെ വളരെ വിപുലമായിട്ട് നമുക്ക് നടത്താനായിട്ട് സാധിച്ചു. എങ്കിൽ തന്നെയും ഇത്തവണ ഇന്ന് നമ്മളിവിടെ നടത്തിയതുപോലെ എല്ലാ ഭവനങ്ങളിലും ഇത്തരത്തിൽ അഷ്ടോത്തര ശത അർച്ചന നടത്താനായിട്ട് ഓരോ ദിവസവും നമുക്ക് സാധിച്ചു എന്നുള്ളത് ഈ വർഷത്തെ ഒരു സവിശേഷതയാണ്. ഒപ്പം ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും ഇത്രയധികം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നതിലുള്ള വളരെയധികം സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഈ 30 ദിവസവും ഓരോ വീടുകളിലും 2 പേരാണ് 30 ദിവസവും മുടങ്ങാതെ ഈ രാമായണ പാരായണത്തിൽ പങ്കെടുത്തത്. ഒന്ന് ചെഞ്ചലിൽ നമ്മളെ മതിച്ചേട്ടന്, ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി ജയശ്രീ മധു. രണ്ടുപേരും ഒന്ന് എഴുന്നേറ്റ് നിന്നിരുന്നെങ്കിൽ. അടുത്ത വർഷം കൂടുതൽ ആളുകൾക്ക് ഇതുപോലെ മുടങ്ങാതെ 30 ദിവസവും ഇതിൽ പങ്കെടുക്കാനായിട്ട് ഈശ്വരൻ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ വേദിയിലിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്ന സന്യാസി മാർഗദർശക് മണ്ഡലത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി അവരുകളാണ്. അദ്ദേഹത്തെ നിങ്ങൾ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളു. ഈ രാമായണ മാസ സമാപന ദിവസം പ്രഭാഷണം നടത്തുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എ ഗോപാലകൃഷ്ണേട്ടൻ ആണ്.
ഏവർക്കും സുപരിചിതനാണ് എങ്കിൽ തന്നെയും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രചാരകനായി കഴിഞ്ഞ 45 വർഷമായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ സീമാ ജാഗരൺ മഞ്ചിൻ്റെ ദേശീയ സംയോജകരായി പ്രവർത്തിക്കുന്നു. എ ഗോപാലകൃഷ്ണനെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ ഈ നാട്ടിലെ ആളുകൾക്ക് ഒരു നവ്യ അനുഭവമായി നാരായണീയം ഏതാണ്ട് കഴിഞ്ഞ 1-1.5 വർഷക്കാലമായി ഈ നാട്ടിലെ അമ്മമാർക്ക് പഠിക്കുന്നതിന് വേണ്ടി സാധ്യമാക്കിയ നാരായണീയ കോവിലം സരസ്വതി ടീച്ചറുണ്ട്. ടീച്ചറിനെ ഇന്ന് ഈ വേദിയിൽ വെച്ച് ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ ആദരവ് നൽകുന്നതിന് വേണ്ടിയാണ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അമ്മമാര് പഠനം പൂർത്തിയാക്കി ഇവിടെ വെച്ചുള്ള സമർപ്പണം കഴിഞ്ഞു. നാളെ നമ്മുടെ ദേശാധിപനായ ശ്രീധർമ്മശാസ്താവിൻ്റെ തിരുമുന്നിൽ രാവിലെ സമർപ്പണം ചെയ്യുകയാണ്. അതിലേക്കും ഒപ്പം ഈ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്ന ടീച്ചറിനെയും നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ മഹത് വ്യക്തിത്വങ്ങൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രഭാഷണത്തിനായി ഏകോപാലകൃഷ്ണനെ ക്ഷണിച്ചു. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാമകീർത്തനം തത്ര തത്ര നതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം പ്രണതരാക്ഷസം. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ആരാധ്യനായ സത്സ്വരൂപാനന്ദ സ്വാമിജി, ജീവിതത്തിൽ സാർത്ഥകമായ ഒരു പ്രവൃത്തി അനവധി പേരെ നാരായണീയം പഠിപ്പിക്കുന്നത് വഴി നിർവഹിച്ച നിങ്ങളെല്ലാവരും ആദരിക്കാൻ ഇന്നിവിടെ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുള്ള ബഹുമാന്യയായ സരസ്വതി അമ്മ, മറ്റേ സഭയിൽ സന്നിഹിതരായിട്ടുള്ള അമ്മമാരെ, പൊതുജനങ്ങളെ, എൻ്റെ കൊച്ചുകുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. നേരത്തെ ഇവിടെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ 31 ദിവസങ്ങൾ വീട് വീടാന്തരം രാമായണ പാരായണത്തിൻ്റെ ഒരു പരിശ്രമം മുൻ വർഷങ്ങളിൽ നടത്തിയതുപോലെ ഈ സമിതി നടത്തുകയുണ്ടായി എന്ന് മനസ്സിലാക്കും. ഞാൻ താമസിക്കുന്ന എറണാകുളത്ത് കേൾക്കുന്നുണ്ടല്ലോ, എറണാകുളത്ത് കുറയ്ക്കാം, ആദ്യത്തെ ശബ്ദം മതി, കുറേ കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്. എറണാകുളത്ത് എളമക്കര എന്ന പ്രദേശത്ത് സംഘത്തിന്റെ പ്രാന്തകാരിയായിരിക്കുന്ന പരിസരത്ത് കഴിഞ്ഞ 10-14 കൊല്ലമായി ഇതേപോലെ വീടുകൾ തോറും വായന നടത്തുന്നു. ഇവിടെ ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ്, അവിടെ ശുദ്ധ ഭക്ഷണ അന്തരീക്ഷം. എന്നിട്ടും ഇന്നിപ്പോ ഇവിടെ 2 പേരാണ് ആദ്യന്തരം പങ്കെടുത്തത് ഈ എല്ലാ ദിവസവും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം പട്ടണത്തിന്റെ തിരക്കിനിടയിലും ആ വായനക്ക് വരുന്ന ഒരു 40 പേരിൽ ഒരു 10-15 പേര് ഒക്കെ എല്ലാ ദിവസവും പങ്കെടുക്കാറില്ല. ഒരുപക്ഷെ അങ്ങനെ വീട്ടിലെ ബന്ധപ്പാട് കൊണ്ട് എന്നാൽ വീട്ടിലിരുന്ന് തന്നെ വായിക്കാം എന്ന് വിചാരിച്ചതുകൊണ്ടായിരിക്കാം. ഏതായാലും ഈ പരിശ്രമം രാമന്റെ പേരിൽ ഒരു സാമൂഹ്യ ശക്തി രൂപീകരിച്ചെടുക്കാൻ വേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ വീട്ടിലിരുന്ന് വായിച്ചാൽ മതി.
വിളക്ക് കത്തിച്ച് രാമനെയും ഹനുമാനെയൊക്കെ സ്മരിച്ച് നമ്മുടെയൊക്കെ പൂർവികർ ഒച്ചത്തിലെ രാത്രി വായിച്ചിരുന്നത് പോലെ വായിച്ചാൽ മതി. പക്ഷെ അയ്യപ്പ സേവാസമറ്റം എന്തിനാണ് വീടുവീടാന്തരം ഈ വായന നടക്കണം ഈ ഗ്രാമത്തിൽ എന്ന് തീരുമാനിച്ചത്? അതിന് ഒരു സാമാജികമായ പരിണാമമുണ്ട്. ഹിന്ദുക്കളെല്ലാം ഒറ്റക്കൊറ്റക്ക് പോയി ഭഗവാനോട് പ്രാർത്ഥിച്ചു വരും. ഏത് പ്രശ്നം വന്നാലും ചിന്തിക്കുന്നത് ഒറ്റക്കൊറ്റക്ക് എന്നാണ്. തമാശ പറയുക, എറണാകുളത്തിനടുത്ത് കുമ്പളങ്ങി എന്നൊരു സ്ഥലം, അവിടെ പോയിട്ടൊരു അയ്യനും ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭർത്താവും ക്രിസ്ത്യാനികളുടെ അടികൊണ്ടുണ്ട്. അപ്പൊ അവര് തിരിച്ച് വന്നിട്ട് നാട്ടിൽ പറഞ്ഞു അത്രേ, അവര് 4-5 പേരിട്ടായി, ഞാനും അയ്യനും ഒറ്റക്കൊറ്റക്കായിരുന്നു. അപ്പൊ ഈ ഒറ്റക്കൊറ്റക്കാണ് എന്നത് നമ്മുടെ മനഃശാസ്ത്രമാണ്. ഈ ഗുണമല്ലാത്ത മാനസികാവസ്ഥയെ മാറ്റാൻ നമ്മൾ ഒന്നാണ്, ഒരുമിച്ച് രാമനെ ആശ്രയിക്കുന്നു, രാമായണത്തെ ആശ്രയിക്കുന്നു. നമ്മുടെ പൂർവികന്മാർ നമുക്ക് നൽകിയ ധാർമ്മിക സമ്പത്തിനെ നമ്മൾ പൂർണ്ണമായി ഒന്നു ചേർന്ന് സംരക്ഷിക്കും എന്നൊരു ബോധ്യം വളർത്തിയെടുക്കാനാണ് ഈ കൂട്ടായ വീടാന്തരമുള്ള വായന എന്ന് ഞാനൊന്ന് അടിവരയിട്ട് ഓർമ്മിപ്പിക്കുക. ഇവിടെ എങ്ങനെയാണ് വായിച്ചിരുന്നത് എന്ന് എനിക്കറിയില്ല. ഇന്ന് ചില സഹോദരിമാര് മധുരമായി വായിച്ചു, അക്ഷരസിദ്ധിയോടുകൂടി വായിച്ചു. ഞങ്ങളവിടെ നടത്തിയിരുന്നത് കൂട്ടായി വായിക്കലാണ്. 30 പേര് 40 പേരുടെ ഒരുമിച്ച് വായിക്കും. അതിനെ കൊണ്ട് 2 കാര്യമുണ്ട്. ഒന്ന്, പട്ടണത്തിലുള്ളവർക്ക് ഈ രാമായണം വായിച്ച് ശീലമില്ല. ഒറ്റയ്ക്ക് വായിക്കാൻ പറഞ്ഞാൽ മുട്ടുവറക്കും. മലയാള ഭാഷയായിട്ടുള്ള ബന്ധം കുറവ്. രാമായണം വായിച്ച് ശീലമില്ല. ഒരുമിച്ച് വായിച്ചാൽ ഇനി അല്പം ചില പദങ്ങളൊക്കെ വിട്ടുപോയാലും പതുക്കെ വായിച്ചു വരുമ്പോൾ ധൈര്യം വരും. ഇത് മാത്രമല്ല, മറ്റൊരു വസ്തുത കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വീടുകളിലെല്ലാം ചില പൂജകൾ നടത്തുമ്പോൾ ഇത്ര ഒന്നും ജപിക്കണം എന്ന് പറഞ്ഞാൽ 3336 സംഖ്യ അർച്ചിക്കണം അല്ലെങ്കിൽ ഹോമിക്കണം എന്ന് പറഞ്ഞാൽ അതിന് 4-5 കർമ്മികൾ വരും. അവരെല്ലാവരും കൂടി അതിന്റെ അംശങ്ങൾ ജപിച്ചാൽ അത്രയും ജപിച്ചതിന് തുല്യമാണ്. അപ്പൊ നമ്മൾ വീട്ടിൽ 10 പേര് ചേർന്ന് രാമായണം വായിച്ചാൽ 10 വായിച്ചതിന് തുല്യമാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം, വീടുകളിൽ ഒത്തുചേർന്ന് ഒറ്റക്കൊറ്റക്ക് വായിക്കുന്നതിനേക്കാൾ കൂട്ടായി വായിക്കുക. ഇന്നിവിടെ അഭിഷേക സമയത്ത് നമ്മൾ കൂട്ടായി വായിച്ചത്. അപ്പൊ അതിനൊരു ധാർമ്മികമായ സാമൂഹ്യ ബലമുണ്ട്. അത് ഗുണകരമായിരിക്കും എന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർമ്മിപ്പിക്കും. 2, ഈ സമാപന പരിപാടി നടക്കുന്ന ഈ സങ്കേതം കഴിഞ്ഞ 2010 മുതൽ, ഒരുപക്ഷെ ഇത് സ്വന്തമാക്കി കെട്ടിടമാക്കിയൊക്കെ വാങ്ങിയത് അതിനുശേഷമായിരിക്കും, എനിക്ക് അതിന്റെ ചരിത്രം അറിയില്ല. പക്ഷെ 2010 മുതൽ ശബരിമലയിൽ പോകുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അന്നദാനം നടത്തുന്ന ഒരു സത്പ്രവൃത്തി ചെയ്യുന്ന വേദിയാണ് ഇന്ന് നമ്മളെല്ലാം താങ്ങി നിർത്തുന്ന ഈ വേദി. എന്റെ ഭക്തരെ ആരാണോ പൂജിക്കുന്നത് അവരോട് ഞാൻ പ്രീതി നടത്തും എന്ന്, എനിക്കവര് പ്രീതിയുള്ളവരാണ് എന്ന് എല്ലാ ഭഗവാന്മാരും പറഞ്ഞു. അപ്പൊ ഈ വഴിയിലൂടെ അയ്യപ്പ ദർശനത്തിന് പോകുന്ന അനവധി ഭക്തന്മാരെ നമ്മൾ അന്നം കൊടുത്ത് സ്വീകരിച്ച് ആദരിച്ച് പൂജിച്ച് ബഹുമാനിച്ച് അയക്കുന്നത് ഒരു ശ്രേഷ്ഠ കർമ്മമാണ്. ആ ശ്രേഷ്ഠ കർമ്മത്തിന്റെ ഒരു സത്പരിണാമം ഈ സഭയിൽ അത് ജ്വലിച്ചു നിൽക്കുന്നുണ്ട്, വിജൃംഭിതമായി നിൽക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും, ഈ കുടുംബത്തിലും നമ്മുടെ പ്രദേശത്തും അതിൻ്റെ സത്പരിണാമം ഉണ്ടാവും. അന്നദാനം എന്നുള്ള ഒരു ശ്രേഷ്ഠമായ കർമ്മമാണ്. നമ്മുടെ ക്ഷേത്ര പ്രതിഷ്ഠാശാസ്ത്രത്തിൽ ദേവന്റെ ചൈതന്യം വർദ്ധിക്കാൻ 5 കാര്യങ്ങൾ വേണം എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. ആ 5 കാര്യങ്ങളിൽ ഒന്ന് ഈ അന്നദാനമാണ്. ആചാര്യ തപസ ആമ്നായ ജപേന ഉത്സവേന നിയമേന അന്നദാനം. അപ്പൊ മറ്റേ 3-4 കാര്യങ്ങൾ ഞാൻ ഇപ്പോ വിശദീകരിക്കുന്നില്ല. പക്ഷെ അന്നദാനത്തിന്റെ വിശേഷം എന്താണ്? മനുഷ്യന് എന്ത് കിട്ടിയാലും പോരാ പോരാ എന്ന് തോന്നുന്ന ഒരു സ്വഭാവമുണ്ട്. അതിനെയാണ് പണ്ട് നമ്മുടെ കുണ്ടാനം 10 കിട്ടിൽ 100 മതിയെന്നും ശതമാടി സഹസ്രം മതിയെന്നും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം മാത്രം, അത് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം
മതി എന്ന് തോന്നുന്നു. തൽക്കാലം എന്ന് ഞാൻ അടിവരയ്ക്കുന്നത്. അപ്പൊ നല്ലതുപോലെ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ചോറ് വിളമ്പം, പായസം മുഖത്തെ കുടിച്ചു കഴിയുന്ന താല്പര്യമുള്ള വ്യക്തി വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം. ഈ മതി എന്നുള്ള മനസ്സിന്റെ ഭാവം ഒരു അനുഗ്രഹകലയാണ്. അത് ദൈവസങ്കേതത്തിൽ ചേരും. അപ്പൊ അനവധി മനുഷ്യന്മാരുടെ മനസ്സിൽ മതി എന്നൊരു തോന്നല് ഉണ്ടാക്കി ആ ശക്തിവിശേഷം ഈ സമൂഹത്തിന്റെ ഗുണകരമായി ഒരു അനുഗ്രഹമായി ഈ പ്രദേശത്തിന്റെ ചൈതന്യ വർധനവിന് വേണ്ടി ആയിത്തീരും എന്നുള്ള ഒരു പശ്ചാത്തലം കൂടി ഈ മണ്ഡപത്തിനുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തിക്കുണ്ട് എന്ന് ഞാൻ സ്മരിക്കുകയാണ്. ആ സത്പ്രവൃത്തിയുടെ തപസ്സിനെ ഞാൻ നമസ്കരിച്ചു. ഞാൻ ചോദിച്ചു ഇതിനോട് ആൾക്കാരൊക്കെ സഹകരിക്കുന്നുണ്ടോ? ഓ, അന്നദാനത്തിന് പണം തരാൻ ധാരാളം പേര് തയ്യാറാണ്. അത് നമ്മുടെ മനസ്സിലുള്ള ഒരു ശ്രേഷ്ഠമായ ഭാവനയുടെ പരിണാമം. മറ്റുള്ളവരെ സേവിക്കുക, മറ്റുള്ളവർക്ക് നൽകുക. അപ്പൊ ഞാനൊരു പശ്ചാത്തലം ഇങ്ങനെ പറഞ്ഞു വെച്ചു. ഒന്ന്, വീടാന്തരം വായിക്കുന്നതിൻ്റെ സത്പരിണാമം നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, ഈ പ്രദേശത്തുണ്ട്. നമ്മളിവിടെ ചെയ്യുന്ന ഈ അന്നദാനത്തിൻ്റെ മഹത്വം അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കുടുംബങ്ങളിലെല്ലാം അതിന് അനുഗ്രഹം ഉണ്ടാകും എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. ഇവിടെ എന്നെ സ്വാഗതം ചെയ്ത് സംസാരിക്കുമ്പോൾ 1.5 മണിക്കൂറാണ് പ്രസംഗം എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, 1.5 മണിക്കൂർ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. കാരണം 7 മണി മുതലാണ് പ്രഭാഷണം എന്നാണ് അച്ചടിച്ച് പറഞ്ഞത്. ഞാനും അതനുസരിച്ച് എൻ്റെ പരിപാടികളൊക്കെ തയ്യാറാക്കിയിട്ട് പ്രഭാഷണം കഴിഞ്ഞ് എനിക്ക് തിരിച്ചു പോകണം. എറണാകുളം വരെയെങ്കിലും അതിനെടുത്ത് വരെ പോകണം. അപ്പോൾ നിങ്ങൾക്കും ഭാഗ്യമായി. ഇനി 9:30 ഇഡ്ഡലി പാകാക്കുള്ളൂ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് മാറ്റണം. അപ്പൊ ചുരുക്കം കാര്യങ്ങൾ ഇന്ന് എനിക്ക് വിഷയമായി നൽകിയത് രാമായണത്തിലെ കുടുംബ ബന്ധങ്ങൾ. അപ്പൊ ഈ ലോകത്തെ ഏറ്റവും പൗരാണികമായ ഒരു ധർമ്മ സംസ്കൃതിയുടെ ഉടമസ്ഥരാണ് നമ്മൾ ഹിന്ദുക്കൾ. അത് നമ്മൾ ഹിന്ദുക്കളായതുകൊണ്ട് കാക്കത്ത് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നതുകൊണ്ട് നമ്മൾ പറയുന്നതല്ല. ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള വസ്തുക്കൾ. മാനവ സംസ്കൃതിയുടെ ഒന്നാമത്തെ കൺവീഴ്ചത് ഈ ഭാരതവർഷത്തിലാണ്. അതിന്റെ പരിപൂർണതയും സംഭവിച്ചിട്ടുള്ളത് ഈ പവിത്രമായ ഭാരതഭൂമിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഭാരതഭൂമിക്ക്, ഭാരത ദർശനത്തിന്, ഹിന്ദു ദർശനത്തിന് മനുഷ്യജന്മത്തിന് കൃത്യമായ ലക്ഷ്യം നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യജന്മത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം മോക്ഷമാണ് എന്ന് പറഞ്ഞു വെച്ചു. എന്നാൽ മനുഷ്യനായി ജനിക്കണമെങ്കിൽ അണ്ടജങ്ങളായും സ്വയജങ്ങളായും പർവ്വങ്ങളായും സസ്തനികളായും മൃഗങ്ങളായും അനവധി യോനികളിൽ ജനിച്ചിട്ടാണ് അവസാനം മനുഷ്യജന്മം കിട്ടുന്നത്. ദുർലഭമാണ്. പക്ഷെ ആ മനുഷ്യജന്മം കിട്ടിയാൽ പിന്നെ ഉത്ക്രാന്തി ഉണ്ടാകണം, മുകളിലേക്ക് പോകണം, താഴത്തേക്ക് വീഴരുത്. താൻ എവിടെ നിന്നാണോ ആരംഭിച്ചത് തന്റെ പ്രയാണം, ഈ ജീവന്റെ ആ പ്രയാണ കേന്ദ്രത്തിലേക്ക് തന്നെ വീണ്ടും ലയിക്കുവാനുള്ള ഒരു വാഞ്ച അത് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന്റെ പരിണാമത്തെയാണ് മോക്ഷമെന്നും ഒക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ അത് ഒരു ജന്മം കൊണ്ടായിരിക്കില്ല, അനവധി ജന്മങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷെ മനുഷ്യജന്മം കിട്ടിയാൽ പിന്നെ നാരിജത്വ ജോലിയായി പിറക്കുന്നു എന്ന് പാടിയതുപോലെ സംഭവിക്കും. അപ്പൊ കിട്ടിയ മനുഷ്യജന്മത്തെ മോക്ഷപര്യന്തം രൂപപ്പെടുത്തി എടുക്കുന്നതിന് നമ്മുടെ പൂർവികന്മാർ പല സംവിധാനങ്ങളും ചെയ്തതിൽ ഒന്നാണ് ശാസ്ത്രത്തോടുള്ള ആഭിമുഖ്യം തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഇത്തരം ഗ്രന്ഥങ്ങൾ. നമ്മളിപ്പോ ആശ്രയിക്കുന്നതായ രാമായണം ഇതിഹാസം എന്ന് നമ്മൾ പറയാം. മറ്റൊരു ഇതിഹാസമാണ് നമ്മുടെ കൊച്ചുകുട്ടികളായാലും പറയും. പറഞ്ഞോളൂ. സന്തോഷം. അപ്പൊ രാമായണവും മഹാഭാരതവും നമ്മുടെ ഇതിഹാസ ഗ്രന്ഥങ്ങളാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന 4 കാര്യങ്ങളെ കേന്ദ്രമാക്കി
ചരിത്രത്തെ ചേർത്തുകൊണ്ട് ഉപദേശ കഥകളോടുകൂടി നമ്മളോട് പറയുന്നതാണ് ഇതിഹാസം. അതിനുള്ള നിർവചനമൊക്കെ ധർമാർത്ഥകാമമോക്ഷാണ ഉപദേശ സമീപം പുരാവൃത്തം കഥായുക്തം ഇതിഹാസം പ്രത്യക്ഷം. അപ്പൊ രാമായണം എന്ന ഇതിഹാസത്തിലൂടെ നമ്മുടെ മനുഷ്യ ജീവിതത്തെ സഫലമാക്കാനുള്ള ഉപദേശങ്ങൾ വാത്മീകി നൽകി. ആ വാത്മീകിയുടെ ഗ്രന്ഥത്തെ അധികരിച്ച് ഭാരതം മുഴുവൻ എല്ലാ ഭാഷയിലും രാമായണം ഉണ്ടായി. ഇവിടെ തുഞ്ചത്തെഴുത്തച്ഛനാണെങ്കിൽ അപ്പുറത്ത് കമ്പലാണ്. ആന്ധ്രയിൽ കൊല്ല രാമായണമാണ്, മറ്റൊരു ദിവസത്തെ കൃത്യവാസമാണ്. തുളസീദാസന്റെ രാമായണമാണ് അവധി ഭാഷയില് ഭാരതത്തിലും ലോകത്തും ഏറ്റവും പ്രചാരമായിട്ടുള്ളത്. വാത്മീകിയാണ് മൂലഗ്രന്ഥം. ഈ ഗ്രന്ഥങ്ങളിലൂടെ എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഭാരതീയ ഹൈന്ദവ ജീവിതത്തിന്റെ മൂല്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു, ഈ മൂല്യത്തിന്റെ കേന്ദ്രബിന്ദു മോക്ഷമാണ് മനുഷ്യജന്മത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. ആ മോക്ഷത്തിലേക്ക് സഞ്ചരിക്കാൻ നമ്മളോട് പറഞ്ഞു ധർമ്മം, അർത്ഥം, കാമം, ഈ 3 കാര്യങ്ങളെ വേണ്ട തരത്തിൽ ഉപയോഗപ്പെടുത്തണം. അപ്പൊ അതിനൊരു ശാസ്ത്രമുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ 4 തൂണുകൾ, അതിന്റെ ഉള്ളിലുള്ള ഒരു ജീവിത വ്യവസ്ഥ. ഇതുപോലെ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്നത് മുതൽ ശ്മശാനത്തിൽ എരിഞ്ഞടങ്ങുന്നത് വരെ 14 സംസ്കാരങ്ങൾ നമ്മളെടുത്ത് നിർദ്ദേശിച്ചു. ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെ. അതൊരു സമുച്ചയം. ധർമാർത്ഥകാമോക്ഷങ്ങൾ മറ്റൊരു സമുച്ചയം. ഇതുപോലെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന 4 ആശ്രമങ്ങളും നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ ചിട്ടപ്പെടുന്നു. അപ്പൊ ഈ ഷോഡശ സംസ്കാരത്തിൽ ഒന്നാണ് ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ പൂർവ്വപാതിയായിട്ടുള്ള വിവാഹം. ഭാരതം മുഴുവൻ വിവാഹം എന്നുള്ളതിന് വിവിധ സമുദായങ്ങൾ, വിവിധ ജീവിതക്രമങ്ങളിൽ വിവിധങ്ങളായ പദ്ധതികൾ, പക്ഷെ എന്തെങ്കിലും ഒരു പദ്ധതി, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വൈദികമായ പദ്ധതിയാണ്. ആ വൈദികമായ സംസ്കരിക്കപ്പെട്ട പദ്ധതി അനുസരിച്ച് വിവാഹം കഴിയുമ്പോൾ ഭാര്യാഭർത്താക്കന്മാർ സഹധർമ്മം ചര എന്നാണ് അവരെ മറ്റുള്ളവർ ചേർന്ന് ആശംസിക്കുന്നത്. ഭാര്യ ഭർത്താവിന് സഹായിയായി ധർമ്മത്തിൽ ചരിക്കാൻ കൂടെ നിൽക്കണം, ഭാര്യ ധർമ്മത്തിൽ ചരിക്കാൻ ഭർത്താവ് കൂടെ നിൽക്കണം. അപ്പൊ സഹധർമ്മം ചര എന്ന് ആശംസിച്ചുകൊണ്ട് ഇവരെ ജീവിതത്തിലേക്ക് ആനയിക്കുന്നു. പാർവതി പരമേശ്വരന്മാരെ പോലെ നാരായണഗുരുദേവൻ മനോഹരമായ വിവാഹത്തിന് ശേഷമുള്ള ആശംസകൾക്ക് വേണ്ടി എഴുതിയ ഒരു കൃതിയിൽ പറയുന്നു, ജീവനും തനുവും എന്ന പോൽ. അപ്പൊ ഉള്ളിലുള്ള ജീവനും ശരീരവും പോലെ പിരിയാതെ ഒന്നിച്ചു നിൽക്കണം ഭാര്യാഭർത്താക്കന്മാർ. ഞാൻ പറഞ്ഞു വെച്ചത് ഈ ഗാർഹസ്ഥ്യത്തിന് ഇങ്ങനെയൊരു മൗലികമായ ദർശനമുണ്ട്. കുടുംബം എന്ന് പറയുന്നത് ഈ ഗാർഹസ്ഥ്യം എന്നുള്ള 2ാമത്തെ ആശ്രമത്തിന്. സന്യാസമല്ല ശ്രേഷ്ഠം. സന്യാസത്തേക്കാൾ ശ്രേഷ്ഠമായത് ഗാർഹസ്ഥ്യമാണ്. ഗൃഹസ്ഥാശ്രമം നേരെയായാലേ സന്യാസി നേരെയാവുള്ളൂ. ഗൃഹസ്ഥൻ നേരെയായാലേ ബ്രഹ്മചാരിയും വാനപ്രസ്ഥനും നേരെയാവുള്ളൂ. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമമാണ് ശ്രേഷ്ഠം. ആ ഗൃഹസ്ഥാശ്രമം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ശാസ്ത്രങ്ങളെല്ലാം നമ്മളെ പല വഴിയിൽ ഉപദേശിച്ചത് ഇതിഹാസത്തിലൂടെ നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുകയാണ് നമ്മളെ പൂർവികന്മാർ ചെയ്തത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ആ കുടുംബമായി തീരുന്നതിനുള്ള ചടങ്ങുകൾ ഓരോ സമുദായത്തിലും ഓരോന്നാണ്. ഇപ്പോ നമ്മുടെ പ്രാകൃതമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സമുദായങ്ങൾക്കിടയിലും ആചാരങ്ങളുണ്ട്. എറണാകുളം ജില്ലയിലും ഇടുക്കി ജില്ലയിലൊക്കെ മുതുവാന്മാർ എന്നൊരു സമുദായം. ആ ഗിരിജന സമൂഹത്തിന്റെ ഇടയിൽ വിവാഹത്തിന് മുൻപ് ഒരു ചടങ്ങുണ്ട്. ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കാൻ തമ്മിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ രണ്ടുപേരും കാട്ടിലെ ഏതെങ്കിലും പാറപ്പുറത്ത് പോയിരുന്നിട്ട് അവരുടെ പ്രാകൃതമായ തമിഴ് ചേർന്ന ഭാഷയിൽ ഇങ്ങോട്ടിങ്ങോട്ട് ഒരു പാട്ട് പാടും. ആ പാട്ടിന്റെ പേര് ആശപ്പാട്ട് എന്നാണ്. സ്ത്രീ പുരുഷനെ തോൽപ്പിക്കണം ഈ പാട്ട് പാടിയിട്ട്, എങ്കിലേ വിവാഹം കഴിക്കും. ആചാരമൊക്കെ പാടി. അപ്പൊ എന്തെങ്കിലും ഒരു വ്യവസ്ഥ. ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്ന മൈത്രിമാര് ഈ മണിപ്പൂരില്, അവരുടെ ഇടയില് വിവാഹം കഴിയാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി ഗ്രാമത്തിലെ ഏതെങ്കിലും സ്ഥലത്ത് ഒരുമിച്ച് കൂടും. വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് വരും. പണ്ടത്തെ കാലത്ത് പെട്രോമാക്സ് കത്തിച്ച് ഇപ്പൊ ട്യൂബൊക്കെ കത്തിച്ചിട്ട് അവര് വലിയ നൃത്തം ചെയ്യും.
പാരമ്പര്യമായ ചില നൃത്തമുണ്ട്, ഒരുമിച്ച് ചേർന്ന നൃത്തം, സ്ത്രീ പുരുഷ വ്യത്യാസം. ആ നൃത്ത സന്ദർഭത്തിൽ 3-4 ദിവസം രാത്രിയിൽ വന്ന് നൃത്തം ചെയ്യുന്ന ആ സന്ദർഭത്തിൽ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ കൂട്ടി വീട്ടിൽ പോകും. പിന്നെയാണ് വിവാഹം. സമൂഹം പിന്നീടാണ് അതിനെ വിവാഹമായ രക്ഷകപ്പാട്ട്, അച്ഛൻ, അമ്മ. അവരുടെ സമ്പർക്കം കൊണ്ട് ജന്യമാകുന്ന സന്താനങ്ങൾ. അവർ മാത്രമല്ല, അവർക്ക് ജന്മം നൽകിയ അവരുടെ മുത്തശ്ശൻ, അവരുടെ മുത്തശ്ശി, ഭാര്യയുടെ അച്ഛൻ, ഭാര്യയുടെ അമ്മ, ഭർത്താവിൻ്റെ അമ്മൻ, ഭർത്താവിൻ്റെ അച്ഛൻ, ഇതെല്ലാം ചേരുന്നതാണ് നമ്മുടെ സങ്കല്പത്തിൽ കുടുംബം. ആ കുടുംബത്തിലെ ഓരോരുത്തരും തമ്മിലുള്ള ബന്ധത്തിന്റെ മൗലികമായ ശ്രേഷ്ഠത നമ്മൾ ബഹുമാനിച്ചിരുന്നു. അപ്പോൾ രാമായണത്തിൽ അനവധി സന്ദർഭങ്ങൾ നമ്മൾ കാണും. ഞാൻ അതിനിടയിലൊന്ന് പറയട്ടെ. പൊക്രാൻ എന്ന് പറഞ്ഞ് നമ്മുടെ ആണവ പരീക്ഷണമൊക്കെ നടന്ന ആ സ്ഥലത്തെ ഒരു വലിയ അമ്പലം പണിത് കുറെ കാലം അവിടെ താമസിച്ചൊരു സന്യാസി. അദ്ദേഹം 68 വന്നു, ദീർഘകാലത്ത് അവസരം ചെയ്തു. പിന്നെ അദ്ദേഹം ആശ്രമമൊക്കെ ഉണ്ടാക്കി, ഗോശാലയൊക്കെ ഉണ്ടാക്കി. അദ്ദേഹം എന്തിനാണ് ഗൃഹസ്ഥാശ്രമ ധർമ്മം എന്ന പുസ്തകം എഴുതിയത്? എന്തിനാണ് ഗൃഹസ്ഥാശ്രമ ധർമ്മം എന്താണെന്ന് പറയുന്ന 2 വരികൾ അദ്ദേഹം എഴുതി. അതിലൊന്ന്, തൻ്റെ രക്തത്തിൽ ജനിച്ച സന്താനങ്ങളെ പൂർവികമായി ലഭിച്ച സംസ്കാരം കൊടുക്കുകയും അവരെ കഴിയുന്നതും വേഗം സ്വന്തം കാലിൽ പ്രാപ്തമാക്കുകയും നിൽക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗൃഹസ്ഥന്റെ ഒരു കർത്തവ്യം. അപ്പോൾ സ്വന്തം രക്തം ജനിച്ച സന്താനങ്ങളെ പൂർവികമായി ലഭിച്ച സംസ്കാരം കൊടുത്ത് വളർത്തി അവരെ സ്വന്തം കാലിൽ ജീവിക്കാൻ ഏറ്റവും എളുപ്പം പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഒരു ഗൃഹസ്ഥന്റെ ഒരു കർത്തവ്യം. രണ്ടാമത്തെ കർത്തവ്യം, തങ്ങൾക്ക് ജന്മം നൽകിയ പൂർവികരായവരെ അവരുടെ അവസാന ശ്വാസം വരെ സംരക്ഷിക്കുക എന്നുള്ളത് ഗൃഹസ്ഥന്റെ കർത്തവ്യം. ഈ 2 എണ്ണത്തിലെല്ലാം അതിനനുസരിച്ചാണ് ഈ ഗൃഹസ്ഥന് വീട്ടിനകത്തെ പെരുമാറ്റങ്ങളും ബന്ധങ്ങളും ഒക്കെ നിശ്ചയിക്കുന്നത്. ഇപ്പൊ രാമായണത്തിൽ രാമചന്ദ്ര ഭഗവാന്റെ പട്ടാഭിഷേകമൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തെ രാജാവായി വാഴിക്കാനൊക്കെ തീരുമാനിച്ച് അതിൻ്റെ സംഭാരങ്ങളൊക്കെ ഒരുക്കി രാമേന്ദ്ര ഭഗവാനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാത്രിയിൽ പുല്ലുവിരിച്ച് കടന്ന് വ്രതമൊക്കെ എടുത്ത് കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ ചിത്രം മുഴുവൻ മാറി. കൈകേയി മാതാവിൻ്റെ കുനിഷ്ഠ കൊണ്ട്, ദുർബുദ്ധി കൊണ്ട് ആ അഭിഷേകം മുടങ്ങി. അത് രാമനോട് പറയാൻ കഴിയാതെ ദശരഥൻ വിഷമിക്കുന്നു. കൈകേയി അത് രാമനോട് പറയുന്നു. ഈ സന്ദർഭങ്ങളിലെല്ലാം ഒരു പുത്രൻ എന്താണ്, പുത്രന്റെ കർത്തവ്യം എന്താണ്, ആരാണ് പുത്രൻ എന്ന ചർച്ച വരുമ്പോൾ ഉള്ള മുഖ്യമായ ചില വരികൾ ഞാൻ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അതേ വരികൾ തന്നെ പറയുന്നില്ല. അതിൻ്റെ അർത്ഥം, പിതാവ് ആജ്ഞാപിച്ചില്ലെങ്കിലും പിതാവിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് പിതാവിൻ്റെ ഹിതം ചെയ്യുന്ന മകൻ ഉത്തമനായ മകൻ. പിതാവ് നിർദ്ദേശിച്ചിട്ട് ആ ആജ്ഞക്കനുസരിച്ച് പിതാവിൻ്റെ ഇച്ഛ പൂർത്തീകരിക്കുന്നത് മധ്യമനായ മകൻ. പിതാവ് പറഞ്ഞിട്ടും എന്നാൽ ഇത് സാധ്യമല്ലെന്ന് പറഞ്ഞ് വെച്ചടങ്ങുന്നവൻ, അതിനെപ്പറ്റി തുഞ്ചത്തെഴുത്തച്ഛൻ പറഞ്ഞത് പിത്രോർമലം എന്നാണ്. അതവൻ പുത്രന്റെ പോലുമല്ല, അവന് അച്ഛന്റെ വെറും വേസ്റ്റാണ്. അപ്പൊ അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആശയം അവിടെ നമ്മൾ പഠിക്കുക. രാമൻ അറിഞ്ഞിട്ടല്ല പണ്ട് ദശരഥൻ വാക്കുകൊടുത്തത്, ഏതോ കാലത്ത് വാക്കുകൊടുത്തതാണ്. രാമന് അതുമായിട്ടൊരു ബന്ധമില്ല. എനിക്കിതൊന്നും ബന്ധമില്ല എന്ന് വേണം പറയാം. നമ്മുടെ ഭാരത ചരിത്രത്തിൽ പിൽക്കാലത്ത് മുഗളന്മാരുടെ ഭരണകാലത്തിൽ അച്ഛനെയും സഹോദരന്മാരെയും ജയിലിലടച്ച് സ്വന്തം സിംഹാസനം ഉറപ്പിച്ച അനവധി പേരുടെ കഥയും ഭാരതീയ സംസ്കാരത്തിന് യോജിച്ചതല്ല. അപ്പൊ തനിക്ക് ലഭിക്കാവുന്ന സിംഹാസനം യുവരാജാവായി വാഴിക്കാൻ തീരുമാനിച്ച രാമൻ വേണമെങ്കിൽ അധികാരം ഏറ്റെടുത്ത് അച്ഛനെയും ഈ പറഞ്ഞ കുൽസിതവൃത്തിയായ മാതാവിനെയും പിടിച്ച് ജയിലിലിട്ടാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഭാരതത്തിന്റെ ധർമ്മം അത് സമ്മതിക്കുന്നില്ല. ധർമ്മമിത്യാഹു ധർമ്മേ ധാരയതി പ്രജ.